ഗോത്രവർദ്ധൻ പദ്ധതിയിൽ പരാതി പരിഹാര അദാലത്ത്. പരാതികൾ നേരിട്ട് കേട്ട് പരിഹാര വാഗ്ദാനവുമായി ജില്ലാ കളക്ടർ. This news is brought to you by അടുക്കള ഇനി സ്മാർട്ട് ആക്കാം ഗൃഹലക്ഷ്മിയിലൂടെ. കാസർഗോഡ് ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയും ഹോസ്ദുർഗ് താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റിയും ബളാൽ ഗ്രാമപഞ്ചായത്തിന്റെയും പുല്ലുടി അംഗൻവാടിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ഗോത്രവർദ്ധൻ പദ്ധതിയുടെ ഭാഗമായി മാലോം പുല്ലുടി സെന്റ് അൽഫോൺസ പള്ളി പരിസരത്ത് പരാതി പരിഹാര അദാലത്തും ആയുർവേദ മെഡിക്കൽ ക്യാമ്പും നേത്രരോഗ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു. പരിപാടി ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ IAS ഉദ്ഘാടനം ചെയ്തു. വിവിധ തരങ്ങളിലായിട്ടുള്ള ക്യാമ്പുകളാണ് ഇന്ന് നടക്കുന്നത്. ഗോത്രവർദ്ധൻ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് നടത്തുന്ന നമ്മുടെ ക്യാമ്പ്, മെഡിക്കൽ ക്യാമ്പ്, അതിന്റെ ക്യാമ്പ്, ആയുർവേദ ക്യാമ്പ്, മറ്റ് നമുക്ക് അത്യാവശ്യം വേണ്ട ഡോക്യുമെന്റ്സിന്റെ ഒരു ക്യാമ്പുകളാണ് ഇന്നത്തെ ദിവസം നടക്കുന്നത്. പ്രത്യേകമായിട്ട് ഈ ക്യാമ്പുകളൊക്കെ നടത്തുന്നതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഓരോ ഓഫീസുകളിലും പോയിട്ട് പലപ്പോഴും നമുക്ക് സേവനങ്ങൾ, ഡോക്യുമെന്റ്സ് അങ്ങനത്തെയൊക്കെ കിട്ടാൻ തടസ്സം വരുന്നുണ്ടാവും. അതൊക്കെ പരിഹരിക്കാൻ വേണ്ടി തന്നെയാണ് ഇതുപോലത്തെ ക്യാമ്പുകളൊക്കെ നടത്തുന്നത്. ഈ ഇനിഷ്യേറ്റീവ് എടുത്ത് ഗ്രാമപഞ്ചായത്തിനും ലീഗൽ സർവീസ് അതോറിറ്റിക്കും ജില്ലാ ഭരണകൂടത്തിന്റെ പേരിൽ എല്ലാവിധ ആശംസകൾ അറിയിക്കുകയാണ്. ഇന്നത്തെ ദിവസത്തിന്റെ ക്യാമ്പിൽ ഒരുപാട് പേർക്ക് ഗുണം കിട്ടും എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. അതേ രീതിക്കുള്ള പ്രവർത്തനം തന്നെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. പ്രത്യേകിച്ച് ആധാർ, മറ്റ് ഡോക്യുമെന്റ്സ് ഒക്കെ എന്തെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കാരണമായിരിക്കും. ജില്ലാ സിവിൽ ജഡ്ജി S ശിവദാസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ അസിസ്റ്റന്റ് ജഡ്ജി PM സുരേഷ് മുഖ്യപ്രഭാഷണം നടത്തി. കർണാടക കേരള വനാതിർത്തിയോട് ചേർന്നുള്ള വന്യമൃഗശല്യം രൂക്ഷമായ പുല്ലുടി പ്രദേശത്ത് ആദ്യമായാണ് ഇത്തരമൊരു പരാതി പരിഹാര അദാലത്തും മെഡിക്കൽ ക്യാമ്പുകളും സംഘടിപ്പിക്കുന്നത്. ജില്ലാ കലക്ടർ നേരിട്ട് ഉദ്ഘാടകനായി എത്തിയതോടെ പ്രദേശവാസികൾ വിവിധ പരാതികളും നിവേദനങ്ങളുമായി അദ്ദേഹത്തെ സമീപിച്ചു. ഓരോ പരാതിയും അനുഭവപൂർവ്വം കേട്ട കലക്ടർ സാധ്യമായ പരിഹാരങ്ങൾ കണ്ടെത്താൻ നടപടി സ്വീകരിക്കുമെന്ന് ഉറപ്പു നൽകി. പരാതികൾ സമർപ്പിച്ചതിനു ശേഷം കലക്ടറോടൊപ്പം നാട്ടുകാർ ഫോട്ടോ എടുത്തതും ചടങ്ങിന്റെ ശ്രദ്ധേയമായ കാഴ്ചയായി. ചടങ്ങിൽ അംഗൻവാടിക്ക് വേണ്ടി സ്ഥലം വിട്ടുകൊടുത്ത മുല്ലശ്ശേരി കുഞ്ഞമ്പു നായരെ കലക്ടർ ഷാൾ അണിയിച്ച് ആദരിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജു കട്ടക്കയം, ജില്ലാ പഞ്ചായത്ത് അംഗം ബിൻസി ജെയിൻ, പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജസി ചാക്കോ, വാർഡ് അംഗങ്ങളായ ധന്യ C, മിനി ആന്റണി, ലക്ഷ്മി C, വെള്ളരിക്കുണ്ട് പോലീസ് സ്റ്റേഷനിലെ CI ശ്രീഹരി KP, സെന്റ് അൽഫോൺസ ചർച്ച് വികാരി ഫാദർ ജിൻഡോ പാണക്കുഴിയിൽ, GAD മാലോം ഡോക്ടർ ദിലീപ്, പയ്യന്നൂർ ഐ ഫൗണ്ടേഷൻ PRO സന്തോഷ് പാലായി, പുല്ലടി AIMC പ്രസിഡന്റ് മനോഹരൻ മുല്ലശ്ശേരി എന്നിവർ ചടങ്ങിൽ ആശംസകൾ നേർന്ന് സംസാരിച്ചു. ബളാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലത A സ്വാഗതം പറഞ്ഞു. അംഗൻവാടി അധ്യാപിക ലക്ഷ്മിക്കുട്ടി M നന്ദി രേഖപ്പെടുത്തി. ഈ പ്രതികൂലമായ കാലാവസ്ഥയിലും ഈ ചടങ്ങിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഏറ്റവും പ്രിയങ്കരായിട്ടുള്ള നാട്ടുകാരെ, നമ്മുടെ ഉദ്ഘാടകൻ പറഞ്ഞതുപോലെ ഇന്ന് നമുക്ക് ഒത്തിരി സേവനങ്ങൾ ഈ ക്യാമ്പിൽ നിന്ന് കിട്ടുന്നുണ്ട്. സർക്കാരിൻ്റെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ നമുക്ക് സേവനം നൽകുന്നുണ്ട്. ഇന്നിപ്പോൾ ഞാൻ സംസാരിക്കുമ്പോൾ നമ്മുടെ പ്രസിഡന്റ് പ്രധാനമായും ചൂണ്ടിക്കാണിച്ച, പഞ്ചായത്ത് പ്രസിഡന്റ് പ്രധാനമായും ചൂണ്ടിക്കാണിച്ച 2 കാര്യങ്ങൾ, ഇവിടെ കുട്ടികൾ സ്കൂളിൽ നിന്നും ഡ്രോപ്പ് ഔട്ട് ആകുന്നുണ്ട് എന്നുള്ളതാണ്. അടുക്കള ഇനി സ്മാർട്ട് ആക്കാം ഗൃഹലക്ഷ്മിയിലൂടെ. ഏറ്റവും പുതിയ ഗിഫ്റ്റ് ഐറ്റങ്ങളുടെയും അടുക്കള ഉപകരണങ്ങളുടെയും വമ്പിച്ച ശേഖരണം ഇപ്പോൾ ഗൃഹലക്ഷ്മിയിൽ മാത്രം. പ്രഷർ കുക്കർ, ഗ്യാസ് സ്റ്റൗ, മിക്സി, ഇൻഡക്ഷൻ കുക്ക് ടോപ്പ്, സ്റ്റീൽ ഐറ്റംസ്, അലുമിനിയം, പ്ലാസ്റ്റിക്, സെറാമിക്, ബ്രാസ് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ഇനി ഒരൊറ്റ കുടക്കീഴിൽ. ക്വാളിറ്റി പ്രോഡക്ട്സ്, ബെസ്റ്റ് സർവീസ്, ഫെസ്റ്റിവൽ ഓഫേഴ്സ്. ഷോപ്പിംഗ് ആഘോഷമാക്കാൻ ഇന്ന് തന്നെ സന്ദർശിക്കൂ ഗൃഹലക്ഷ്മി.